ആന്റി ഇതിന് മുകളിലേക്ക് വന്നത്? ഉണങ്ങിയ തുണി എടുത്ത് മടക്കി ഞാനങ്ങ് കൊണ്ടുവരില്ലേ? ഞാൻ അലക്കിയ തുണി ഈടെ കൊണ്ട് വിരിച്ചു തന്നും ഉണങ്ങിയത് എടുത്തു കൊണ്ടുവന്നു തന്നും നീ എന്നെ ഒരു മടിച്ചിയാക്കും. അല്ലാതെ ആന്റിക്ക് പിടിപ്പത് പണിയുണ്ടല്ലോ, അപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യണ്ടേ? എനിക്ക് 3 അല്ല 5 മക്കളായി കോളനിയിലുള്ളത്. 5 മക്കളോ? അതേന്ന്. ബാലു, സാഗർ, മീനു, പിന്നെ നീയും, പിന്നെ എന്റെ ശംഖു. നിങ്ങൾ 5 ആളും എന്റെ മക്കളാണ്. ശ്യാമളേച്ചിയെ പോലെ ഇന്റെ ഏത് കാര്യത്തിലും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? ആന്റി എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ആന്റി തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ ഞാൻ സ്വന്തം മോളെ പോലെ തന്നെയാണെന്ന്? ആ, മോളോട് ആന്റി ഒരു കാര്യം ചോദിച്ചോട്ടെ? ആന്റി തുറന്നു ചോദിക്കുന്നോണ്ട് മോക്ക് വിഷമൊന്നും ഉണ്ടാവരുത്. എന്താ ആന്റി? സാഗറും മോളുമായിട്ട് നമുക്കറിയാവുന്നതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങളെ അടുത്തുനിന്ന് അത് അറിയുന്നതല്ലേ നല്ലതെന്ന് തോന്നി. കീർത്തന, ഞാൻ ചോദിച്ചു നീ കേട്ടോ? പിന്നെ എന്താ മോളെ നീയൊന്നും മിണ്ടാത്തെ? എനിക്കിതെന്റെ സാഗറിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഓനെ സംബന്ധിച്ച് എല്ലാം ഒരു കുട്ടിക്കളിയാ. ഓന്റെ പ്രായത്തിലുള്ള ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നുന്നതും സ്നേഹം തോന്നുന്നതും പ്രേമം തോന്നുന്നതും എല്ലാം ഒരു വലിയ കാര്യമൊന്നുമല്ല, സ്വാഭാവികം തന്നെയാ. പക്ഷേ ഇന്നെ പോലൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ഓ നിന്റെ അടുത്ത് എന്തെങ്കിലും അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള നിന്റെ സമീപന എനിക്കറിയണ്ട്. ഇന്റെ ഈ മൗനത്തിന്ന് ഞാൻ എന്നാ മോളെ മനസ്സിലാക്കണ്ടേ? നമ്മള് മനസ്സിലാക്കുന്ന പോലെയല്ല പലരും നമ്മളോട് പെരുമാറുന്നത്. ഇന്നൊരു മോളെ പോലെ കരുതി സ്നേഹിച്ച എന്റെ അടുത്ത് മനസ്സ് തുറന്നൊരു കാര്യം പോലും പറയാൻ പറ്റാത്തത്ര അന്യായിപ്പോയോ ഞാൻ നിനക്ക്? സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ നിന്റെ ഡ്രൈവിംഗില്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നീ എങ്ങോട്ടായി പോകുന്നേ? വെറുതെ ഒരു ഡ്രൈവ് പോവാന്നും പറഞ്ഞ് എന്നെ ഈ വണ്ടിക്കകത്ത് പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്ത് മനുഷ്യനെ പേടിപ്പിക്കുകയാണോ? അപ്പു, സ്റ്റോപ്പ് ദ കാർ. അപ്പു, സ്റ്റോപ്പ് ദ കാർ. അപ്പു, വണ്ടി നിർത്താനാ പറഞ്ഞത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഓടിക്കുന്ന ഒരു വണ്ടിയിൽ കയറിയിരുന്ന് അമ്മ ഇത്രയ്ക്ക് അൺകംഫർട്ടബിൾ ആകുന്നുവെങ്കിൽ എന്റെ ലൈഫിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് അമ്മ ഡ്രൈവ് ചെയ്യുമ്പോ ഞാൻ എത്രത്തോളം അൺകംഫർട്ടബിൾ ആകുമെന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. What do you mean? I meant what I said. ഇതെന്തായാലും പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ അമ്മയെ കാറിൽ കയറ്റി പോകുന്ന ഒരു ഡ്രൈവ് അല്ല. പിന്നെ നമ്മൾ മധുമിതാന്റിയുടെ വീട്ടിലേക്കാ പോകുന്നത്. ഇപ്പൊ എന്തിനാ മധുമിതയുടെ വീട്ടിലേക്ക് പോകുന്നേ? അതാണ് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അൺകംഫർട്ടബിൾ ഡ്രൈവിന്റെ കാര്യം. നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാപ്പൂ. കിരൺ എന്ന് പറഞ്ഞൊരു മാരണം എന്റെ തലയിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകണം. ദാറ്റ്സ് ഓൾ.
അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ജീവിത നിലവാരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ചെറുപ്പക്കാരൻ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു തെറ്റാണോ? ഒരിക്കലും അല്ല. പക്ഷെ അവൾ സീരിയസ്ലി എൻഗേജ്ഡ് ആണെന്ന് അറിഞ്ഞിട്ടും വിടാതെ പിന്തുടരുന്നത് ഒരു തെറ്റ് തന്നെയാ. ഇതുവരെ അവന്റെ അപ്രോച്ച് നിങ്ങൾ വഴിയായിരുന്നു. ഇപ്പൊ അത് ഡയറക്റ്റ് ആയി. ഐ കാണ്ട് എൻകറേജ് ഇറ്റ് എനിമോ. അത് മധുമിത ആന്റിയെ കണ്ട് നേരിട്ട് സംസാരിക്കാനാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അത് നിനക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. കിരൺ എന്ന തലവേദന ഇനി എന്റെ മുമ്പിൽ വന്ന് ഞാൻ അവന്റെ ജീവിതാഭിലാഷമാണ്, അവന്റെ ആത്മാവിന്റെ രോദനമാണ് തുടങ്ങിയ രീതിയിലുള്ള സംസാരങ്ങൾ ഇനി മേലിൽ പാടില്ല. അമ്മയുടെ കൂട്ടുകാരുടെ മകനല്ലേ, അമ്മ തന്നെ അത് പറഞ്ഞു നിർത്തിക്കണം. അവൻ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതിന് നിനക്കെന്താ? നീ എന്തിനാ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്? എന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഇടയില് വീണ്ടും കിരൺ ഇങ്ങനെയുള്ള സമീപനമായി വരുന്നത് ഒട്ടും മാന്യമല്ല. ആ മാന്യത അവനില്ലാത്തതുകൊണ്ട് അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാ അവന്റെ അമ്മയെ കണ്ട് സംസാരിക്കാന്ന് വെച്ചത്. ഇതൊന്നും അവിടെ ചെന്ന് പറഞ്ഞ് ഒരു വലിയ ഇഷ്യൂ ആക്കണ്ട. ഞാൻ കിരണിനോട് സംസാരിച്ചോളാം. നീ വണ്ടി തിരിച്ചുവിടുമോളൂ. വണ്ടി ഞാൻ തിരിച്ചുവിടാം. പക്ഷെ മധുമിത ആന്റിയോട് അമ്മ നിർബന്ധമായും ഈ കാര്യം സംസാരിച്ചേ മതിയാവൂ. മധുമിതയോട് ഞാൻ സംസാരിക്കാം. മോളെ അല്ല മോളെന്താ കരയുവാണോ? ഞാൻ പോട്ടെ ചേച്ചി. അങ്ങനങ്ങ് പോയാലോ? അല്ല നീ എന്തിനാ കരയുന്നേ? കാര്യം പറ. ഒന്നുമില്ല ചേച്ചി. അല്ലേ ഇത് കൊള്ളാം. അങ്ങനെ കാര്യമില്ലാതെ ആരെങ്കിലും കരയോ? എപ്പോഴും ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി ഈ കോളനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നീ ഇങ്ങനെ കരയണമെങ്കിൽ തക്കതായി എന്തോ കാര്യമുണ്ട്. പറ, സുഭാഷി ചേച്ചിയോട് പറ. ആരും അറിയണ്ട, പറ. നീയും ആ സാഗറുമായുള്ള ഇടപാടൊക്കെ ചേച്ചിക്ക് അറിയാം. അവൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? മോൾക്ക് വല്ല അബദ്ധവും പറ്റിയോ? ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വേണ്ടത് ചെയ്യണം. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇരു ചെവി അറിയാതെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഈസി ആയിട്ട് ഏനക്കേട് മാറ്റിത്തരുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് ഇവിടെ. മോൾ എത്രയും പെട്ടെന്ന് അവരെ വല്ലവരെയും പോയി കാണാൻ നോക്ക്. എനിക്ക് പരിചയമുള്ള ഒരു സിസിലി ഡോക്ടറുണ്ട്. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. അതെ, ഇരു ചെവി അറിയാതെ കാര്യം സാധിച്ചു തരും. പക്ഷേ കാശ് ഇത്തിരി മുടക്കണം. സുഭാഷിണി, മോള് പൊയ്ക്കോ, ചെല്ല്. അപ്പൊ സുധ ചേച്ചിയും കൂടെ അറിഞ്ഞോണ്ടുള്ള പരിപാടിയാണല്ലേ? അയ്യോ, ഒരു പെങ്കൊച്ചിന്റെ ഭാവി തൊലഞ്ഞു പോയല്ലോ എന്റെ ഭഗവതി. നിർത്തടി. ഇനി വൃത്തികെട്ട ഒരു വാക്ക് നിന്റെ നാവെന്ന് വീണ. ചേടാ, നിങ്ങളിങ്ങനെ എന്നോട് ചാടിക്കടിക്കേണ്ട കാര്യം എന്താ? ഞാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. കാര്യം അറിയാതെ നിന്റെ വായി തോന്നിയത് വിളിച്ചു പറയരുത് സുഭാഷിണി. ഓ, ഇതിലിപ്പോ അറിയാൻ എന്തിരിക്കുന്നു? കണ്ടാ മനസ്സിലാവാതിരിക്കാൻ ഞാനേ ഗോതമ്പ് പുട്ടും റവ ദോശയൊന്നും അല്ല 3 നേരവും കഴിക്കുന്നത്. ആ പിള്ളേച്ചിനെ അറിയാതെ നോക്കിക്കോ, വീടടക്ക എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിക്കും. സുഭാഷിണി, നിന്റെ തോന്നിയാസം പറിച്ചിൽ നിർത്താനാ ഞാൻ പറഞ്ഞേ. ഓ, കീർത്തന കരഞ്ഞത് നീ പറഞ്ഞ ഒരു കാര്യത്തിനുമല്ല. എന്നാ പിന്നെ ശരിക്കുള്ള കാര്യം പറ. എന്തായാലും അറിയണമല്ലോ. അങ്ങനെ ഇപ്പൊ നീ അറിയണ്ട. നീ അറിയേണ്ടതായിട്ട് ഒരു കാര്യം കൂടിയില്ല. എന്നോട് പറയേണ്ട ആവശ്യമില്ല.
നീന്റെ പാട് നോക്കി ജീവിച്ചോ. മറ്റുള്ളവരെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട നിന്റെ പെടലി ഉളുക്കും. വല്ലാത്ത വൃത്തികേടായിരിക്കും ഇന്നെ കാണാൻ. പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. പിന്നെ എന്തിനായിരിക്കും പിള്ളയുടെ മോള് കരഞ്ഞത്? വീട്ടിലിരുന്നാവുമ്പോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. മഹേഷും അപർണയും ഉണ്ടാവും. അതുകൊണ്ടാ ഒന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞത്. എന്താ കാര്യം? എന്ത് തന്നെയാണെങ്കിലും പറ. എന്ത് പ്രശ്നത്തിനും ഞാനില്ലേ നിന്റെ ഒപ്പം? അതെനിക്കറിയാം. ഇതൊക്കെ ഞാൻ ഏട്ടനോടല്ലാതെ വേറെ ആരോടാ പറയാ? അപർണ കടുത്ത നിലപാടിലാ. അവളെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും ഈ വിവാഹവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല സന്ദീപേട്ടാ. അപർണയെ എന്തെങ്കിലും പറഞ്ഞ് മാറ്റുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കുക അളിയന്റെ കാര്യം. അളിയനെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയേനെ. ഇപ്പൊ അപർണയുടെ ബലം അവളുടെ അച്ഛനാ. അത് ഞാൻ പഠിച്ച പണി 18 നോക്കിയതാ. നോ രക്ഷ. ആ പിന്നെ കിരണിന്റെ കാര്യത്തില് അപ്പൊ വല്ലാതെ ഇറിറ്റേറ്റഡാ. അവൻ അവളെ പുറത്തു വെച്ച് കാണുകയും സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു ശല്യമായിട്ടാ അപർണയ്ക്ക് തോന്നുന്നത്. ആ ചെക്കനൊരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു എന്ന് അവനോട് പറഞ്ഞേക്കണം. കിരണിനെ പൂർണ്ണമായി അങ്ങ് പിണക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് എങ്ങാനും ഈ കല്യാണം മുടങ്ങിയ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ള ബെസ്റ്റ് ചോയ്സ് ആണ് അവൻ. അതിന് അവനെ പിണക്കണമെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ അവളുടെ തലയ്ക്കകത്തും മനസ്സിലും മുഴുവൻ ബാലുവാ. അങ്ങനെ നടക്കുന്നൊരു പെണ്ണിന്റെ മനസ്സിലേക്ക് വെറുതെ ഇടിച്ചു കയറാൻ നോക്കിയാ ഉള്ള വില കൂടെ പോവും. അതാ ഞാൻ പറഞ്ഞത്. ഈ കല്യാണം പെട്ടെന്ന് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപർണയുടെ മനസ്സ് മാറ്റാൻ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടിയേനെ. ആ അവരായിട്ട് മുന്നിൽ കൊണ്ടിട്ടുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തതുമില്ല. അതിലൊന്നിലും എനിക്ക് മഹേഷിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. മഹേഷിന്റെ അഭിപ്രായം നോക്കാതെ ചാടിക്കേറിയ ഒരു തീരുമാനം എടുക്കാൻ എനിക്കും കഴിയില്ലല്ലോ. ആ അതും ശരിയാ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിട്ടാ. കല്യാണ ഡ്രസ് എടുക്കാനും ആഭരണങ്ങൾ എടുക്കാനും ഞാൻ ചിരിച്ചോണ്ട് കൂടെ നിന്നെങ്കിലും ഒന്നും മാനസികമായിട്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കിരൺ ഇങ്ങനെ വീണ്ടും വീണ്ടും അപർണയെ കാണാനും സംസാരിക്കാനും ശ്രമിച്ച അവൾക്ക് അവനോടുള്ള താല്പര്യം കുറയും, ദേഷ്യം കൂടുകയും ചെയ്യും. അതോർത്ത് നീ വിഷമിക്കണ്ട. കിരണിന്റെ കേസ് ഞാൻ ഡീൽ ചെയ്തോളാം. വന്നതിനേക്കാൾ വലുതായി ഇനി ഒരു പ്രശ്നവും സുധാമണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. സന്ദീപേട്ടൻ പറഞ്ഞതുപോലെ ആ പ്രശ്നങ്ങളെയൊന്നും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി ഈ കല്യാണം മുടങ്ങണമെങ്കിൽ അപർണയുടെയോ ബാലുവിന്റെയോ മനസ്സ് മാറുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ആ നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. ആവശ്യം നമ്മുടേതായി പോയില്ലേ? ആ എന്തായാലും കിരൺ അവളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താതെ ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ കരയുന്നേ? എന്താടി കാര്യം? നിനക്കെന്താടി ചെവി കേട്ടൂടെ? ചോദിച്ചതിന് ഉത്തരം പറ. നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നേന്ന്? എനിക്കൊന്നും പറ്റില്ല. എനിക്ക് കുറച്ച് സമാധാനം തരാൻ പറ്റോ? നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നേ? വന്നിരുന്ന് കരയുന്നത് കണ്ട് കാര്യം ചോദിച്ചു. എനിക്കെന്താ നിന്നോട് ചോദിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ തന്നെ നിന്റെ മനസ്സമാധാനം കെടുത്തുന്നത് ഞാനാണോ? അല്പനേരത്തേക്ക് എന്നെ വെറുതെ വിടാൻ പറ്റുമോ അമ്മ? അമ്മ ദേവിചേരി ഒന്ന് പോയേ.
എന്തു പറ്റി? ഇവളിവിടെ വന്ന് കയറിയപ്പോ മുതൽ കരഞ്ഞോണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ മെക്കിട്ട് കയറി അവള്. അത് കാര്യം വേറൊന്നുമല്ല. ആ സുഭാഷിണി എന്തോ തോന്നിയാസം ഓളോട് പറഞ്ഞേനെ. അത് കേട്ടപ്പോ ദാ ഓക്ക് സങ്കടായിപ്പോയി. അതൊന്നും കാര്യാക്കണ്ട, കുറച്ചേമ്മ മാറിക്കോളും. ആ സുഭാഷിണി എന്താ ഇവളോട് പറഞ്ഞത്? ഇനിയിപ്പത് പിന്നെയും പറഞ്ഞ് ഓളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. മോള് വിഷമിക്കാണ്ടിരിക്കും. ഇവരെയെല്ലാം വായി തുന്നിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഓള് പറയുന്നത് ഓളെ സംസ്കാരമില്ലായ്മ. അങ്ങനെ കണ്ടാ മതി. ചേച്ചി ഒന്നിങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചേച്ചിയോട് സംസാരിക്കാനാ വന്ന്. അത് വീട്ടിനകത്ത് വെച്ച് സംസാരിച്ചാൽ ശരിയാവൂല, പ്രത്യേകിച്ചും കീർത്തനയുള്ളപ്പോ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു സുധാമണി. തിരിച്ചറിവില്ലാത്ത പ്രായത്തില് കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ നമ്മൾ എന്നാ ചെയ്യാ ശ്യാമളേച്ചി? സാഗറിനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. കീർത്തനയോട് ചേച്ചി സംസാരിക്കണം. ഇതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട സുധാമണി. ഇപ്പോഴത്തെ പിള്ളേരാ, തൊട്ടാ പൊട്ടുന്ന പ്രായമല്ലേ. എന്ത് കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരെയും മനസ്സിലാക്കാം. അതല്ലേ നല്ലത്. പക്ഷേ ശ്യാമളേച്ചി, സമയം വൈകിയാ ഇതങ്ങ് കീറി ഉറച്ചു പോവും. പിന്നെ പിരിക്കാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. ഒന്നാമത് ജനിച്ച നാള് മുതൽ പരസ്പരം കണ്ടോണ്ടിരിക്കുന്ന കുട്ടികളാ. ഇങ്ങനെ മൂക്കിന് താഴെ ഇരുന്നോണ്ട് ഒന്ന് വേറൊന്നിനോട് മിണ്ടാണ്ടിരിക്കുന്ന തോന്നുന്നുണ്ടോ ശ്യാമളേച്ചിക്ക്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇടപെട്ടിട്ട് ഒരു പരിഹാരം ഇതിന് കാണണം. നീ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അച്ഛന്മാരെ പോലെ അല്ല നമ്മൾ അമ്മമാര് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ പരിഹരിക്കണം. ഇതെങ്ങാനും അറിഞ്ഞ കീർത്തനയുടെ അച്ഛൻ എന്റെ വീട്ടിലും സുധയുടെ വീട്ടിലും ഉണ്ടാക്കാൻ പോകുന്ന പുകയിൽ ഓർക്കുമ്പോ ഓ, എനിക്ക് വല്ലാതെ ടെൻഷനുണ്ട് സുധേ. ആ സുഭാഷിണിയുടെ വായിന്ന് വല്ലതും കീർത്തനയുടെ അച്ഛന്റെ ചെവിയിൽ വീണാൽ അവളാണെങ്കിൽ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പുതിയ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി വെമ്പല് കൊണ്ടിരിക്കുക. ആലോചിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുക. സുഭാഷിണിന്റെ കാര്യം ചേച്ചി എനക്ക് വിട്ടേക്ക്. ഓളെ വായി ഞാൻ അടപ്പിച്ചോളാം. എന്തായാലും അവൾക്കിട്ട് കൊടുത്ത പേര് കൊള്ളാം, സുഭാഷിണി. വായി തുറന്ന വേണ്ടാതിന് മാത്രമേ പറയൂ, ശവം. ഞാനെന്തായാലും ഒന്നങ്ങോട്ട് ചെല്ലട്ടെ. അവള് കരഞ്ഞു കലങ്ങിയ വീട്ടിലേക്ക് വന്നത്. ആ മനസ്സിലൂടെ എന്താ ഓടുന്നതെന്ന് ആർക്കറിയാം.